നെക്സ്റ്റ് കാൻഡർ സെറ്റ് റിയൽ ലൈനിലെ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1 ഒരു സ്പെഷ്യൽ സബ്സെറ്റാണ് കാൻഡർ സെറ്റ്. ആ സെറ്റിൻ്റെ കൺസ്ട്രക്ഷനാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അതിനുവേണ്ടി കൺസിഡർ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1, അതിനെ ഇ എന്ന് ഡിനോട്ട് ചെയ്യുക. അതായത് ഇ ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1. ദെൻ ഇയിൽ നിന്നും അതിൻ്റെ ഓപ്പൺ മിഡിൽ തേർഡ് റിമൂവ് ചെയ്യുന്നു. ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1 3 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിവിഷൻ പോയിൻറ്റ്സ് വരിക 1/3 അതുപോലെ തന്നെ 2/3 ആയിരിക്കും. സോ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1 ഓപ്പൺ മിഡിൽ തേർഡ് ഓപ്പൺ ഇൻ്റർവൽ 1/3, 2/3 ആണ്. ദെൻ ആ ഓപ്പൺ ഇൻ്റർവൽ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1 നിന്നും റിമൂവ് ചെയ്യുന്നു. ബാക്കിയുള്ള സെറ്റിനെ E1 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അതായത് E1 ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1/3 യൂണിയൻ ക്ലോസ്ഡ് ഇൻ്റർവൽ 2/3, 1. അതായത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1 നിന്നും അതിൻ്റെ ഓപ്പൺ മിഡിൽ തേർഡ് റിമൂവ് ചെയ്ത് കളഞ്ഞ് ബാക്കിയുള്ള പോർഷനെ നമ്മൾ E1 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഇവിടെ E1 രണ്ട് ക്ലോസ്ഡ് ഇൻ്റർവൽസിൻ്റെ യൂണിയനാണ്. അതിൽ ഓരോ ഇൻ്റർവലിൻ്റെയും ലെങ്ത്ത് 1/3 ആണ്. സോ E1 ടോട്ടൽ ലെങ്ത്ത് 2 × 1/3, അതായത് 2/3. ദെൻ E1 നിന്നും അതിലുള്ള രണ്ട് ഇൻ്റർവൽസിൻ്റെയും ഓപ്പൺ മിഡിൽ തേർഡ്സ് നമ്മൾ റിമൂവ് ചെയ്യുന്നു. ആദ്യത്തെ ഇൻ്റർവൽ ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1/3, അതിൻ്റെ ഓപ്പൺ മിഡിൽ തേർഡ് ഓപ്പൺ ഇൻ്റർവൽ 1/9, 2/9 ആണ്. അത് റിമൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് ഇൻ്റർവൽ ക്ലോസ്ഡ് ഇൻ്റർവൽ 2/3, 1 ആയിരുന്നു. അതിൻ്റെ ഓപ്പൺ മിഡിൽ തേർഡ് ഓപ്പൺ ഇൻ്റർവൽ 7/9, 8/9 ആണ്. അതും റിമൂവ് ചെയ്യുന്നു. ബാക്കിയുള്ള സെറ്റിനെ E2 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അതായത് 4 ഇൻ്റർവൽസ് ഉണ്ടായിരിക്കും, 4 ക്ലോസ്ഡ് ഇൻ്റർവൽസ് ഉണ്ടായിരിക്കും. അവയുടെ യൂണിയനെ E2 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അതായത് E2 ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1/9 യൂണിയൻ ക്ലോസ്ഡ് ഇൻ്റർവൽ 2/9, 1/3 യൂണിയൻ ക്ലോസ്ഡ് ഇൻ്റർവൽ 2/3, 7/9 യൂണിയൻ ക്ലോസ്ഡ് ഇൻ്റർവൽ 8/9, 1. ദെൻ E1 4 ഇൻ്റർവൽസ് ആണുള്ളത്, 4 ക്ലോസ്ഡ് ഇൻ്റർവൽസ് ആണ്. അതുപോലെ തന്നെ ഓരോ ഇൻ്റർവലിൻ്റെയും ലെങ്ത്ത് 1/9 ആണ്, അതായത് 1/3 ഹോൾ സ്ക്വയർ ആണ്. സോ E2 ടോട്ടൽ 2 സ്ക്വയർ ഇൻ്റർവൽസും ഓരോന്നിൻ്റെയും ലെങ്ത്ത് 1/3 ഹോൾ സ്ക്വയറുമാണ്. അതിൽ നിന്നും E2 ടോട്ടൽ ലെങ്ത്ത് 2 സ്ക്വയർ ഇൻറ്റു 1/3 ഹോൾ സ്ക്വയർ, അതായത് 2/3 ഹോൾ സ്ക്വയർ ആയിരിക്കും E2 ടോട്ടൽ ലെങ്ത്ത്. ദെൻ E2 4 ഇൻ്റർവൽസിൻ്റെയും ഓപ്പൺ മിഡിൽ തേർഡ്സ് റിമൂവ് ചെയ്യുന്നു. ബാക്കിയുള്ള സെറ്റിനെ നമ്മൾ E3 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. E3 8 ഇൻ്റർവൽസ് ഉണ്ടായിരിക്കും. ഓരോന്നിൻ്റെയും ലെങ്ത്ത് 1/3 ക്യൂബ് ആയിരിക്കും. സോ ടോട്ടൽ 2 ക്യൂബ് ഇൻറ്റു 1/3 ഹോൾ ക്യൂബ് ആയിരിക്കും E3 ലെങ്ത്ത്, അതായത് 2/3 ഹോൾ ക്യൂബ് ആയിരിക്കും. ഇതുപോലെ നമ്മൾ ഡിവൈഡ് ചെയ്ത് പോകുന്നു. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. സോ nth സ്റ്റേജിൽ നമുക്ക് En കിട്ടും. En 2n ക്ലോസ്ഡ് ഇൻ്റർവൽസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓരോന്നിൻ്റെയും ലെങ്ത്ത് 1/3 ആയിരിക്കും. സോ En ടോട്ടൽ ലെങ്ത്ത് 2n ഇൻറ്റു 1/3 ഹോൾ n, അതായത് 2/3 ഹോൾ n ആയിരിക്കും. ഇവിടെ En 2n ക്ലോസ്ഡ് ഇൻ്റർവൽസിൻ്റെ യൂണിയനാണ്. നമുക്കറിയാം ഫൈനൈറ്റ് യൂണിയൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ് ഈസ് ക്ലോസ്ഡ്. അതിൽ നിന്നും En ക്ലോസ്ഡ് ആയിരിക്കും. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോകുക. ജനറൽ കേസാണ് എൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ കാൻഡർ സെറ്റ് സി ഡിഫൈൻ ചെയ്യുന്നത് സി ഈക്വൽ ടു ഇൻ്റർസെക്ഷൻ n ഈക്വൽ ടു 1 to infinity En. ഓരോ ഇനുകളും ക്ലോസ്ഡ് ആണ്. നമുക്കറിയാം ക്ലോസ്ഡ് സെറ്റുകളുടെ ആർബിട്രറി ഇൻ്റർസെക്ഷൻ ക്ലോസ്ഡ് ആണ്. അതിൽ നിന്നും സി ഈസ് ക്ലോസ്ഡ്, അതായത് കാൻഡർ സെറ്റ് ഒരു ക്ലോസ്ഡ് സെറ്റാണ്. ദെൻ ഓരോ ഇനുകളും ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1 സബ്സെറ്റുകളാണ്. അതിൽ നിന്നും ഇൻ്റർസെക്ഷൻ n ഈക്വൽ ടു 1 to infinity En ഈസ് എ സബ്സെറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1, അതായത് കാൻഡർ സെറ്റ് സി ഈസ് എ സബ്സെറ്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1. അതിൽ നിന്നും സി ഈസ് ബൗണ്ടഡ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. സോ കാൻഡർ സെറ്റ് സി R1 ഒരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് സബ്സെറ്റാണ്. ഹെൻബോറൽ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ സി ഈസ് കോമ്പാക്റ്റ് എന്ന് പറയുവാൻ സാധിക്കും. ഹെൻബോറൽ തിയറത്തിൽ ഇതാണ് പറയുന്നത്, എവരി ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് സബ്സെറ്റ് ഓഫ് RK ഈസ് കോമ്പാക്റ്റ്. ഇവിടെ സി എന്നുള്ളത് R1 ഒരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് സബ്സെറ്റാണ്. അതിൽ നിന്നും സി ഈസ് കോമ്പാക്റ്റ്. ദെൻ ഓരോ ഇനുകളുടെയും ലെങ്ത്ത് 2/3 ഹോൾ n ആണ്. n ലാർജ് ആകും തോറും ഇനുകളുടെ ലെങ്ത്ത് ടെൻഡിങ് ടു 0 ആയിരിക്കും. അതായത് ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി ലെങ്ത്ത് ഓഫ് En ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി 2/3 n വിച്ച് ഇസ് ഈക്വൽ ടു 0. ദെൻ എല്ലാ ഇനുകളുടെയും ഇൻ്റർസെക്ഷനാണ് സി, അതായത് ഓരോ ഇനുകളുടെയും സബ്സെറ്റാണ് സി. അതിൽ നിന്നും ലെങ്ത്ത് ഓഫ് സി ഈക്വൽ ടു 0. ദെൻ കാൻഡർ സെറ്റിൻ്റെ മെഷർ 0 ആണ്. അത് നിങ്ങൾ സെക്കൻഡ് സെമ്മിൽ മെഷർ തിയറിയിൽ പഠിക്കുന്നതായിരിക്കും. നമുക്ക് അടുത്ത റിസൾട്ട് നോക്കാം. കാൻഡർ സെറ്റ് ഈസ് എ പെർഫെക്റ്റ് സെറ്റ്. കാൻഡർ സെറ്റ് ഒരു പെർഫെക്റ്റ് സെറ്റ് ആണെന്നാണ് നമുക്കിനി പ്രൂവ് ചെയ്യുവാനുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കാൻഡർ സെറ്റ് ഒരു ക്ലോസ്ഡ് സെറ്റ് ആണെന്ന്. ഒരു സെറ്റ് പെർഫെക്റ്റ് ആവാനുള്ള കണ്ടീഷൻ ആ സെറ്റ് ക്ലോസ്ഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ആ സെറ്റിലെ എല്ലാ പോയിൻറ്റുകളും ആ സെറ്റിൻ്റെ ലിമിറ്റ് പോയിൻ്റ് ആയിരിക്കണം.
ഇവിടെ കാൻഡർ സെറ്റ് ഓൾറെഡി ക്ലോസ്ഡ് ആണ്. സോ നമുക്കൊരു കാര്യം മാത്രം വെരിഫൈ ചെയ്താൽ മതി. കാൻഡർ സെറ്റിൽ ഏതൊരു പോയിന്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ പോയിന്റ് ആ സെറ്റിൻ്റെ ഒരു ലിമിറ്റ് പോയിന്റ് ആയിരിക്കും. ഇത് മാത്രം നമുക്ക് വെരിഫൈ ചെയ്താൽ മതി. നമ്മൾ ഓൾറെഡി കാൻഡർ സെറ്റ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആർബിട്രറി ആയിട്ട് കാൻഡർ സെറ്റിൽ ഒരു പോയിന്റ് എക്സ് ചൂസ് ചെയ്യുന്നു. ദെൻ എക്സ് സിയുടെ ഒരു ലിമിറ്റ് പോയിന്റ് ആണ് എന്ന് നമുക്ക് വെരിഫൈ ചെയ്യണം. അതിനുവേണ്ടി എക്സിൻ്റെ ഏതൊരു നൈബർഹുഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ നൈബർഹുഡിൽ എക്സ് അല്ലാതെ സിയിൽ അറ്റ്ലീസ്റ്റ് 1 പോയിൻ്റെങ്കിലും ഉണ്ടായിരിക്കണം. ഇതാണ് നമ്മൾ വെരിഫൈ ചെയ്യുവാൻ പോകുന്നത്. ഇവിടെ എക്സ് എന്നുള്ള പോയിൻ്റ് റിയൽ ലൈനിലുള്ളൊരു പോയിൻ്റാണ്. റിയൽ ലൈൻ വിത്ത് യൂഷ്വൽ മെട്രിക് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ എക്സിൻ്റെ ഏതൊരു നൈബർഹുഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ നൈബർഹുഡ് ഒരു ഓപ്പൺ ഇൻ്റർവെൽ ആയിരിക്കും. സോ റിയൽ ലൈനിലുള്ള ഏതെങ്കിലും ഒരു സെഗ്മെൻ്റ് ആയിരിക്കും അത്. സോ ലെറ്റ് എസ് ബി എനി സെഗ്മെൻറ്റ് കണ്ടെയ്നിങ് എക്സ്. ദെൻ എസ്സിൽ എക്സ് അല്ലാതെ സിയിലെ ഏതെങ്കിലും ഒരു പോയിൻ്റെങ്കിലും ഉണ്ടായിരിക്കും. ഇതാണ് നമ്മൾ വെരിഫൈ ചെയ്യുവാൻ പോകുന്നത്. എസ് എന്നുള്ള ഒരു ലൈൻ സെഗ്മെൻ്റ് ആണ്, അതല്ലെങ്കിൽ ഒരു ഓപ്പൺ ഇൻ്റർവെൽ ആണ്. ദെൻ എക്സ് എന്നുള്ളത് സിയിലുള്ളത് കൊണ്ട് എക്സ് ബിലോങ്സ് ടു ഇ എൻ ഫോർ ഓൾ എൻ. കാരണം സി ഈക്വൽ ടു ഇൻ്റർസെക്ഷൻ എൻ ഈക്വൽ ടു 1 to infinity എൻ ആണ്. സോ എല്ലാ ഇനുകളിലും എക്സ് ഉണ്ടായിരിക്കും. സോ എക്സ് ബിലോങ്സ് ടു ഇ എൻ ഫോർ ഓൾ എൻ. ഓരോ ഇ-എനുകളും 2n ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് ഇൻ്റർവെൽസിൻ്റെ യൂണിയൻ ആയതുകൊണ്ട് എക്സ് ബിലോങ്സ് ടു ഇ എൻ എന്നുള്ളതിൽ നിന്നും ആ 2n ഡിസ്ജോയിൻറ്റ് ക്ലോസ്ഡ് ഇൻ്റർവെൽസിൽ ഏതെങ്കിലും ഒരു ഇൻ്റർവെല്ലിൽ എക്സാക്ട്ലി 1 ഇൻ്റർവെല്ലിൽ എക്സ് ഉണ്ടായിരിക്കും. ആ ഇൻ്റർവെല്ലാണ് ഐ എൻ എന്ന് വിചാരിക്കുക. അതായത് ഇ എന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ക്ലോസ്ഡ് ഇൻ്റർവെല്ലാണ് ഐ എൻ എന്ന് വിചാരിക്കുക. ഐ എന്നിൻ്റെ ലെങ്ത്ത് 1/3n ആണ്. എൻ ലാർജ് ആകും തോറും ഐ എന്നിൻ്റെ ലെങ്ത്ത് ടെൻഡിങ് ടു 0 ആയിരിക്കും. സോ ഐ എൻ സബ്സെറ്റ് ഓഫ് എസ് ആയിട്ട് വരുന്ന വിധത്തിൽ എൻ ലാർജായിട്ട് അത്രയും ലാർജായിട്ട് എൻ ചൂസ് ചെയ്യുക. എസ് എന്നുള്ളത് എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന റിയൽ ലൈനിലുള്ള ഒരു സെഗ്മെൻ്റ് ആണ്, അതല്ലെങ്കിൽ ഒരു ഓപ്പൺ ഇൻ്റർവെല്ലാണ്. സോ എന്നിൻ്റെ വാല്യൂ ലാർജായിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഐ എന്നിൻ്റെ ലെങ്ത്ത് 1/3n ആയതുകൊണ്ട് ഐ എൻ സബ്സെറ്റ് ഓഫ് എസ് ആയിട്ട് വരുന്ന വിധത്തിൽ നമുക്ക് എൻ കണ്ടുപിടിക്കുവാൻ സാധിക്കും. ഐ എൻ റിയൽ ലൈനിലുള്ള ഒരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ ആയിരിക്കും. എക്സ് ഐ എന്നിലൊരു മെമ്പറാണ്. എക്സ് ഒന്നുകിൽ ഐ എന്നിൻ്റെ ഒരു ഇൻറ്റീരിയർ പോയിൻ്റ് ആയിരിക്കും, അതല്ലെങ്കിൽ ഐ എന്നിൻ്റെ ഏതെങ്കിലും ഒരു എൻ പോയിൻ്റ് ആയിരിക്കും. ഏത് കേസിലാണെങ്കിലും ഐ എന്നിൻ്റെ ഏതെങ്കിലും ഒരു എൻ പോയിൻ്റ് നോട്ട് ഈക്വൽ ടു എക്സ് ആയിട്ട് വരും. ആ എൻ പോയിൻ്റ് നമ്മൾ ബി എൻ ആയിട്ട് ചൂസ് ചെയ്യുന്നു. അതായത് എക്സ് എന്നുള്ളത് ഐ എൻ എന്നുള്ള ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെല്ലിലെ ഒരു പോയിൻ്റാണ്. എക്സ് ഒന്നുകിൽ ഐ എന്നിൻ്റെ ഒരു ഇൻറ്റീരിയർ പോയിൻ്റ് ആയിരിക്കും. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഐ എന്നിൻ്റെ ഏതെങ്കിലും ഒരു എൻ പോയിൻ്റ് ബി എൻ ആയിട്ട് ചൂസ് ചെയ്താൽ മതി. അതല്ല എക്സ് എന്നുള്ളത് ഐ എന്നിൻ്റെ ഏതെങ്കിലും ഒരു എൻ പോയിൻ്റ് ആണെന്ന് വിചാരിക്കുക. എക്സ് ഐ എന്നിൻ്റെ ലെഫ്റ്റ് എൻ പോയിൻ്റ് ആണെങ്കിൽ റൈറ്റ് എൻ പോയിൻ്റ് ബി എൻ ആയിട്ട് ചൂസ് ചെയ്യുക. എക്സ് ഐ എന്നിൻ്റെ റൈറ്റ് എൻ പോയിൻ്റ് ആണെങ്കിൽ ഐ എന്നിൻ്റെ ലെഫ്റ്റ് എൻ പോയിൻ്റ് ബി എൻ ആയിട്ട് ചൂസ് ചെയ്യുക. ഇതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് എക്സ് അല്ലാത്ത ഐ എൻ എന്നുള്ള ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെല്ലിൻ്റെ ഏതെങ്കിലും ഒരു എൻ പോയിൻ്റ് ബി എൻ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നു. ഐ എൻ എസിൻ്റെ ഒരു സബ്സെറ്റ് ആയതുകൊണ്ട് ബി എൻ എന്തായാലും എസ്സിലുണ്ടായിരിക്കും. ദെൻ ബി എൻ ഇതുപോലെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബി എൻ എല്ലാ ഇ എന്നുകളിലും ഉണ്ടായിരിക്കും. കാരണം ഏതെങ്കിലും ഒരു എന്നിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇ എന്നിലുള്ള ഏതെങ്കിലും ഒരു ഇൻ്റർവെല്ലിൻ്റെ എൻ പോയിൻ്റ് ആണ് എക്സ് സ്റ്റാർ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എക്സ് സ്റ്റാർ എല്ലാ ഇ എന്നുകളിലും ഉണ്ടായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ E1ൻ്റെ ആദ്യത്തെ ഇൻ്റർവെല്ലാണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0,1/3. അതിൻ്റെ ഒരു എൻ പോയിൻ്റ് ആണ് 1/3. ദെൻ ആ ഇൻ്റർവെല്ലിൻ്റെ ഓപ്പൺ മിഡിൽ തേർഡ് മാത്രമാണ് നമ്മൾ റിമൂവ് ചെയ്ത് കളയുന്നത്. ദെൻ എന്തായാലും 1/3 E2വിലുണ്ടായിരിക്കും. ദെൻ വീണ്ടും ആ ഇൻ്റർവെല്ലിനെ സബ് ഡിവൈഡ് ചെയ്യുമ്പോഴും 1/3 ഒരു എൻ പോയിൻ്റ് ആയിട്ട് അവിടെ റിമെയിൻ ചെയ്യും. സോ എല്ലാ ഇ എന്നുകളിലും 1/3 ഉണ്ടായിരിക്കും. സോ ഏതെങ്കിലും ഒരു എന്നിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻ്റർവെല്ലിൻ്റെ എൻ പോയിൻ്റ് ആണ് എക്സ് സ്റ്റാർ എന്നുണ്ടെങ്കിൽ എക്സ് സ്റ്റാർ എല്ലാ ഇ എന്നുകളിലും ഉണ്ടായിരിക്കും. സോ നമ്മളിപ്പോൾ ചൂസ് ചെയ്ത ബി എൻ എന്നുള്ളത് ഏതോ ഒരു എന്നിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇ എന്നിലെ 2n ഇൻ്റർവെൽസിലെ ഒരു ഇൻ്റർവെല്ലിൻ്റെ എൻ പോയിൻ്റ് ആണ്. അതുകൊണ്ട് ബി എൻ എല്ലാ ഇ എന്നിലും ഉണ്ടായിരിക്കും. അതിൽ നിന്നും ബി എൻ ബിലോങ്സ് ടു ഇൻ്റർസെക്ഷൻ n ഈക്വൽ ടു 1 to infinity ഇ എൻ. അതായത് ബി എൻ ബിലോങ്സ് ടു സി. ഇവിടെ ബി എൻ എന്നുള്ളത് നോട്ട് ഈക്വൽ ടു എക്സ് ആണ്. അതുപോലെ തന്നെ ബി എൻ എന്നുള്ളത് എസ്സിലുണ്ട് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ നമ്മൾ ചൂസ് ചെയ്ത പോയിൻ്റ് എക്സിൻ്റെ ആർബിട്രറി ആയിട്ടുള്ള നൈബർഹുഡ് എസ്സിൽ എക്സ് അല്ലാതെ സിയിൽ അറ്റ്ലീസ്റ്റ് 1 മെമ്പറെങ്കിലും ഉണ്ട് എന്ന് നമുക്ക് വെരിഫൈ ചെയ്യാൻ സാധിച്ചു. അതിൽ നിന്നും എക്സ് ഈസ് എ ലിമിറ്റ് പോയിൻ്റ് ഓഫ് സി. അതായത് സിയിലെ ആർബിട്രറി ആയിട്ടൊരു മെമ്പർ ചൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് സിയുടെ ഒരു ലിമിറ്റ് പോയിൻ്റ് ആണ് എന്ന് നമുക്ക് വെരിഫൈ ചെയ്യാൻ സാധിച്ചു. സോ എവരി പോയിൻ്റ് ഓഫ് സി ഈസ് എ ലിമിറ്റ് പോയിൻ്റ് ഓഫ് സി. ഓൾറെഡി സി ഒരു ക്ലോസ്ഡ് സെറ്റാണ്. അതുപോലെ തന്നെ ആ സിയിലെ എല്ലാ പോയിൻറ്റ്സുകളും അതിൻ്റെ ലിമിറ്റ് പോയിൻ്റ് ആണ്. അതിൽ നിന്നും സി ഈസ് എ പെർഫെക്റ്റ് സെറ്റ്. സി R1ൻ്റെ ഒരു സബ്സെറ്റ് ആയതുകൊണ്ട് പ്രീവിയസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ സി ഈസ് അൺകൗണ്ടബിൾ. പ്രീവിയസ് തിയറത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എവരി നോൺ എംപ്റ്റി പെർഫെക്റ്റ് സബ്സെറ്റ് ഓഫ് RK ഈസ് അൺകൗണ്ടബിൾ എന്നാണ്. ഇവിടെ സി എന്നുള്ളത് R1ൻ്റെ ഒരു പെർഫെക്റ്റ് സബ്സെറ്റ് ആണ്. അതിൽ നിന്നും സി ഈസ് അൺകൗണ്ടബിൾ.